ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് എക്സാമായി. സോ വെയിറ്റേജ് വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സും അതിൽ നിന്ന് വന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ഡൈവേഴ്സിറ്റി ആൻഡ് എവല്യൂഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്, അതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 12 മാർക്സ് ആണ്. സോ നമുക്ക് ഇനി ആ 12 മാർക്സ് വെച്ച് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതെന്നും അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് എന്നുമാണ് നോക്കുന്നത്. ഫസ്റ്റത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കിങ്ഡം മൊണീറ പ്രൊട്ടിസ്റ്റ ഫഞ്ചൈ. സോ അപ്പോൾ അതിൽ തന്നെ 3 കിങ്ഡം ഉണ്ട്. അപ്പോൾ ഓരോ കിങ്ഡത്തിൻ്റെയും വിത്ത് എക്സാമ്പിൾ തന്നെ നോക്കി വെക്കുക. പിന്നെ അതിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈനോ ബാക്ടീരിയ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ കോളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ അത് നന്നായിട്ട് പഠിക്കുക, കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 1 മാർക്കിന് തന്നെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞതുപോലെ ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ, എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഓരോ എക്സാമ്പിളിനും അറ്റ്ലീസ്റ്റ് 3 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ പഠിച്ച് വെക്കുക. അങ്ങനെ തന്നെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. ഏതോ ഒരു വർഷത്തെ ക്വസ്റ്റ്യനിൽ മൊണീറ, കിങ്ഡം മൊണീറയിൽ തന്നെ ക്യാരക്ടേഴ്സ് ചോദിച്ചിട്ടുണ്ട്. സോ അത് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാം. സെക്കൻഡ് എന്ന് പറയുന്നത് കിങ്ഡം പ്ലാന്റ് ആൻഡ് അനിമേലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതിൽ കിങ്ഡം അനിമേലയിൽ ഓരോ ഫൈലവും ആ ഫൈലത്തിൽ വരുന്ന എക്സാമ്പിൾ, അതായത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, ഓരോ ഓർഗാനിസത്തിനെ കൊടുത്തിട്ട് വിച്ച് ബിലോങ്സ് ടു വിച്ച് ഫൈലം എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. സോ ഇപ്പോൾ എർത്ത് വേം ആണ്, അത് ഏത് ഫൈലത്തിൽ വരുന്നു. സ്റ്റാർ ഫിഷ് ആണ്, അത് ഏത് ഫൈലത്തിൽ വരുന്നു. സോ അങ്ങനെ തന്നെ എഴുതി തന്നെ പഠിക്കുക. എക്സാമ്പിൾ വിത്ത് ക്യാരക്ടേഴ്സ്, ചില ഫൈലത്തിൽ ചില ക്യാരക്ടേഴ്സ്, സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് എഴുതി തന്നെ പഠിക്കുക. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. സോ അതാണ് ആ സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നത്. ദെൻ തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ടിഷ്യൂ ആൻഡ് അതർ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. സോ അതിൽ എന്ന് പറയുമ്പോൾ 1 മാർക്ക് മാത്രമേ ഇതുവരെയും ചോദിച്ചിട്ടുള്ളൂ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസേ അതിൽ നിന്ന് വരാനും പോകുന്നുള്ളൂ. കാരണം പാരൻ കൈമ സെൽസ് എന്താണ്, സ്ക്ലീറൻ കൈമ സെൽസ് എന്താണ്, സൈലം എന്താണ്, ഫ്ലോയം എന്താണ്. അപ്പോൾ അതൊന്നും എന്തായാലും 5 മാർക്കിന് 2 മാർക്കിന് ഒന്നും ചോദിക്കില്ല. 1 മാർക്കിനുള്ളതേ അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. സോ അത് ഫോക്കസ് ചെയ്ത് ആ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ, അതായത് 1 മാർക്ക് കൂടിപ്പോയ 2 മാർക്ക് അത്രയൊക്കെ വരത്തുള്ളൂ. സോ അത് ഫോക്കസ് ചെയ്തിട്ട് ഫസ്റ്റ് മൊഡ്യൂൾ നോക്കുക. എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും.